നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചുമരിലെ ഒരു അസാധാരണമായ അസ്വാഭാവികമായ ചില എഴുത്തുകൾ അത് ഒരു നാടിനെ ഒന്നാകെ പരിഭ്രമത്തിലാഴ്ത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിലാണ് സംഭവം. നാട്ടുകാരും പരിസരവാസികളുമൊക്കെ വലിയൊരു ഭയത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങളിലെ മതില്, കടമുറികളുടെ ഷട്ടറുകൾ, ഇതിലെല്ലാം സ്പ്രേ ഉപയോഗിച്ച് വിവിധ രീതിയിലുള്ള എഴുത്തുകളും ചിഹ്നങ്ങളും വരച്ചിടുകയാണ്. ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല, ഇത് സ്ഥിരമാവുകയാണ്, അത് വ്യാപകമാവുകയാണ്. ഒരിടത്ത് മാത്രമല്ല, പലയിടത്തായി ഇത്തരത്തിലുള്ള മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില എഴുത്തുകൾ, അത് ചിഹ്നങ്ങൾ, അത് എന്തിൻ്റെയാണ് എന്ന ഒരു ആശങ്കയാണ് നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഉടലെടുക്കുന്നത്. പലയിടങ്ങളിലായി ദിനം പ്രതി ഒട്ടേറെ സ്ഥലങ്ങളിൽ വിവിധ നിറങ്ങളിലാണ് ഇത്തരത്തിൽ എഴുത്തുകൾ കാണുന്നത്. നാട്ടുകാരെല്ലാം ആശങ്കയിലാണ്. അവർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അസ്വാഭാവികതയും ദുരൂഹതയും ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയുണ്ട്. ഇത്രയധികം ചുമരെഴുത്തുകൾ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് നടത്തിയിട്ടും ആരാണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അസ്വാഭാവികത ഒന്നുമില്ല എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെയും, അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിലെ മലയോരത്ത് ഭീതി വിതയ്ക്കുന്ന രാത്രി യാത്രികനായ അജ്ഞാതനെ കണ്ടെത്താനാകാതെ പോലീസും നാട്ടുകാരുമൊക്കെ വല്ലാതെ ഭയന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. CCTV ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും നാട്ടുകാർ ഉറക്കം കെടുത്തുന്ന അജ്ഞാതനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ബ്ലാക്ക് മാൻ എന്ന് പല വീടുകളുടെയും ചുവരിൽ എഴുതിയ അജ്ഞാതനെ കണ്ടെത്താൻ പോലീസും നാട്ടുകാരും വലിയ രീതിയിൽ അന്വേഷിച്ച സംഭവ വികാസങ്ങളൊക്കെ ഈ കേരളത്തിൽ തന്നെ അരങ്ങേറിയിട്ടുള്ളതാണ്. കണ്ണൂരിലെ മലയോരത്ത് 2 ആഴ്ചയോളമായി ഈ അജ്ഞാതൻ ആശങ്ക വിതയ്ക്കുകയായിരുന്നു. രാത്രി യാത്രികനാണ്. നാട്ടുകാർ മാത്രമല്ല, ഈ അജ്ഞാതനും സ്വയം വിശേഷിപ്പിക്കുന്നത് ബ്ലാക്ക് മാൻ എന്ന് തന്നെയാണ്. അതായത് ചെറുപുഴയിലെ വീടുകളുടെ ചുമരിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ഇംഗ്ലീഷിലും മലയാളത്തിലും ബ്ലാക്ക് മാൻ എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യും. അതിൻ്റെ അജ്ഞാതൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പക്ഷേ ദൃശ്യങ്ങൾ വ്യക്തമല്ല. ഓരോ സ്ഥലത്തും പരിശോധന വർദ്ധിക്കുമ്പോൾ അജ്ഞാതൻ അടുത്ത സ്ഥലത്തേക്ക് മാറുന്ന സാഹചര്യം. തേർത്തല്ലി കോടോപ്പള്ളി മേഖലയിലാണ് ആദ്യം അജ്ഞാതന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. പിന്നീട് അത് ചെറുപുഴയിലായി. സംശയം തോന്നിയവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അജ്ഞാതൻ രാത്രിയിൽ പലയിടങ്ങളായി പ്രത്യക്ഷപ്പെടും. വീടുകളുടെ ചുമരുകളിൽ എഴുത്തും അതുപോലെ തന്നെ വാതിലുകളും ജനാലകളും മുട്ടി ഭയപ്പെടുത്തും. നാട്ടുകാരും പോലീസും തുടർച്ചയായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായിട്ടില്ല. പോലീസ് പല വഴികൾ നോക്കിയെങ്കിലും ബ്ലാക്ക് മാൻ കഥയിലെ വില്ലനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. മോഷണ പരാതി ഇതുവരെ ഇല്ല. മാത്രമല്ല, ആസൂത്രിതമായി ഭീതി പരത്തുകയാണ് അജ്ഞാതൻ്റെ ലക്ഷ്യമെന്ന് വ്യക്തമായിരുന്നു. ബ്ലാക്ക് മാനെ പൂട്ടാൻ നാട്ടുകാരും പോലീസും ചേർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. അങ്ങനെ ഇത്തരത്തിലൊരു സംഭവമൊക്കെ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂർ ചേർത്തലയിലും അജ്ഞാത ചിഹ്നമൊക്കെ ചുമരിൽ എഴുതപ്പെടുന്നത്. അസ്വാഭാവികത ഒന്നുമില്ല എന്ന് പോലീസ് പറയുന്നു. പിന്നെ ആര് എന്തിനിങ്ങനെ ചെയ്യുന്നു എന്നത് ഒരു ചോദ്യമായി ഒരു വശത്ത് നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.